ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി ബോട്ടണി. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസിൻ്റെ താഴെ ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട്. നമുക്ക് ബോട്ടണി ഭയങ്കര പ്രയാസമാണ്, കുറേ പേര് തോറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കുറേ തിരക്കുകൾ കാരണമാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വാല്യുവേഷൻ ക്യാമ്പിലൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാത്തതുകൊണ്ട് കുട്ടികൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ബോട്ടണിയുടെ ഓവറോൾ നോളേജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിൻ്റെ കറക്റ്റ് തീം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു റിസ്കും ഇല്ലാണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു കുഞ്ഞു ക്ലാസ്സാണ്, എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഇവിടെ തരാൻ പോകുന്നത്. ഇത് സെക്കൻഡ് ഇയേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ, നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാലാണ് മാർക്ക് കിട്ടുന്നത്, ഇത് എങ്ങനെ കൂടുതൽ റിസ്ക് ഇല്ലാണ്ട് നമുക്കത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടാവും. ഇപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് വെച്ചാൽ എങ്ങനെ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഈ ചാപ്റ്ററിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ടീച്ചർ ഇവിടെ വരക്കാം, ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഫ്ലവർ ആണ് അല്ലെ. അട്രാക്റ്റീവ് ആയിട്ട് ഇൻസെക്റ്റുകളൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഈ ഫ്ലവേഴ്സ്, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഫ്ലവേഴ്സ്. യെസ്. അപ്പോൾ ഒരു ഫ്ലവറിന് ഏതൊക്കെയാണ് അതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും കേട്ടോ. ഈ അറിയുന്നതിനെ ഒരു ഓർഡറിലൊന്ന് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് എക്സാമിനോട് അടുപ്പിച്ചത് മനസ്സിലാക്കി വെക്കേണ്ട. ബോട്ടണിയിൽ നമ്മൾ ഈ ടേംസുകളൊക്കെ ബൈ ഹേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് എസ്സേകൾ പോലെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ പാർട്ടിന് എന്താ പേര് അറിയണ്ടാവും നിങ്ങൾക്ക്. ഈ പാർട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഒരു ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗൈനീഷ്യം. ഗൈനീഷ്യമാണ് ഇതിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പൊ ഗൈനീഷ്യത്തിന് 3 പാർട്ടുകളുണ്ട്. ഏതൊക്കെയാ? ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ. ഗൈനീഷ്യത്തിന്റെ 3 പാർട്ടുകളാണ് ഓവറിയും സ്റ്റൈലും സ്റ്റിഗ്മയും. അത് നമുക്കറിയാം. അത് നമ്മൾ പിന്നെ ഗൈനീഷ്യത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളതാണ് അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. പിക്ചർ ഇവിടെ വരച്ചു വെക്കാം. അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഇത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയും. ഓക്കെ, എന്ത് പറയും? ആൻഡ്രീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളാണ് ഇവിടെ കാണുന്ന സ്റ്റെയ്മെൻസ്. അപ്പൊ ഇത് ഒരു സ്റ്റെയ്മൻ ആണ്. ആൻഡ്രീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് ഒരു സ്റ്റെയ്മൻ. അപ്പൊ ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളാണ് നമ്മൾ അതിന് കാർപ്പൽസ് എന്ന് പറയും. കാർപ്പലാണ് നമ്മൾ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്, കാർപ്പൽ. ഓക്കെ. ഇനി നമുക്കറിയാം, ഒരു ഫ്ലവറിന് അതിന്റെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് ഉണ്ട്. ഇതാണ് ഇൻസെക്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. ഇതിനെന്താ പറയാ? ഇതിന് പറയുന്ന പേരാണ് കൊറോള. ഓക്കെ, കൊറോള. അപ്പോ ഗൈനീഷ്യമായി, ആൻഡ്രീഷ്യമായി, കൊറോളയായി അല്ലേ. ഈ കൊറോളയ്ക്ക് ഓരോ എതളുകൾക്ക് നമ്മൾ പഠിച്ചിരുന്നു പെറ്റൽസ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. പെറ്റൽസ് ആണ് കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ. റൈറ്റ്. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ഇതിന്റെ കാലിക്സ് ആണ്. ഓക്കെ, കാലിക്സ് ഗ്രീൻ കളറിലാണ് ഉള്ളത് കേട്ടോ. ഡയഗ്രാം അത്രയും
ഭംഗിയായിട്ടില്ല തോന്നുന്നു. ഓക്കെ, കാലിക്സ് ഗ്രീൻ കളറിലാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരുന്നു. അല്ല, ഓക്കെ, സോറി, കാലിക്സ് ഗ്രീൻ കളറിലാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരുന്നു. ഇത് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് പറയും? കാലിക്സ് എന്ന് പറയും. കാലിക്സ്. ഈ കാലിക്സിന് കുറെ ഇതളുകളുണ്ട്. അത് കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾക്ക് നമ്മൾ എന്ത് പേര് പറയും? സെപ്പൽസ്. എന്ത് പറയും? സെപ്പൽസ്. അപ്പോ ഒരു ഫ്ലവറിന് ഇത്രയും പാർട്ടുകളാണുള്ളത്. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ആൻഡ്രീഷ്യം, കാലിക്സ്, കൊറോള. അത് നമ്മൾ പഠിച്ചിരുന്നു. ഈ ആൻഡ്രീഷ്യം ഗൈനീഷ്യം ആണ് ഇനി നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത് അല്ലെ. ഈ ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും, ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, റൈറ്റ്. ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഗൈനീഷ്യം, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യം, ഇവയാണ് നമ്മൾ എസെൻഷ്യൽ ഓർഗാൻസ് എന്ന് പറയാ. എസെൻഷ്യൽ ഓർഗാൻസ്. അപ്പോ നമുക്ക് ഈ സെക്ഷൽ റീപ്രൊഡക്ഷനില് എന്ത് വേണം? ഈ രണ്ട് പാർട്ടുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇനി നോക്കൂ, നെക്സ്റ്റ് നമ്മള് ഇതിൽ നിന്ന് ഈ ഒരു ആൻഡ്രീഷ്യത്തിൽ നിന്ന് സ്റ്റെയ്മെൻസിൽ നിന്ന് ഉണ്ടാകുന്ന, അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് അതിന്റെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് വരച്ചു വെക്കാം. നമ്മുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റെയ്മെൻ. ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നതിലോട്ടോ, ബാക്കി ഞാൻ പിന്നീട് പറയാം. ഇതിൽ നിന്ന് എന്തുണ്ടാവും? ഇതിൽ നിന്ന് നിറയെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവുന്നു അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. ഈ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഗൈനീഷ്യത്തിന്റെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കും കേട്ടോ. അതിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കും. അതിൽ രണ്ട് മെയിൽ ഗ്യാമെറ്റുകൾ ഇങ്ങനെ, ഈ മെയിൽ ഗ്യാമെറ്റുകൾ ഇറങ്ങി പോളൻ ട്യൂബിലൂടെ ഇറങ്ങി വരും. എന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള എന്ത് സംഭവിക്കും? ഇതിന്റെ ഉള്ളിലുള്ള ഓവ്യൂളിന്റെ ഉള്ളിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടക്കും. അല്ല, ഓവ്യൂളിന്റെ ഉള്ളിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? ഇതിനാണ് പറയാ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമെറ്റ്. മെയിൽ ഗ്യാമെറ്റും ഫീമെയിൽ ഗ്യാമെറ്റും, മെയിൽ ഗ്യാമെറ്റ് പ്ലസ് ഫീമെയിൽ ഗ്യാമെറ്റ്. ഫീമെയിൽ ഗ്യാമെറ്റും നമ്മൾ എഗ് എന്ന് പറയും കേട്ടോ. മെയിൽ ഗ്യാമെറ്റും ഫീമെയിൽ ഗ്യാമെറ്റും തമ്മിൽ ഫ്യൂഷൻ നടന്ന് ഫ്യൂഷൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നു. റൈറ്റ്. സൈഗോട്ട് പിന്നെ എംബ്രിയോ ആയിട്ട് മാറുന്നു. ഓക്കെ, എംബ്രിയോ പിന്നെ പുതിയ പ്ലാന്റിന്റെ കുഞ്ഞായിട്ട് മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, മെയിൽ ഗ്യാമെറ്റ് വന്നിട്ട് രണ്ട് മെയിൽ ഗ്യാമെറ്റുകൾ ഉണ്ടാകും. അത് ഈ പോളൻ ഗ്രേയിലുള്ള മെയിൽ ഗ്യാമെറ്റുകൾ ഇങ്ങനെ വന്ന് ഗൈനീഷ്യത്തിന്റെ ഉള്ളിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്ന, എംബ്രിയോ ആയിട്ട് പിന്നെ പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇനി നോക്കൂ, ഈ ഫെർട്ടിലൈസേഷൻ ആണ് ഇവിടെ സ്റ്റാർ. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമറ്റ്, അതിനാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. റൈറ്റ്.
ഈ ഫെർട്ടിലൈസേഷനില് അപ്പൊ നമുക്കറിയാം ഇതിന് മെയിൻ ആയിട്ട് മൂന്ന് സ്റ്റെപ്പുകളായിട്ട് തിരിക്കും. ഒന്ന് ഫെർട്ടിലൈസേഷന് മുന്നേയുള്ള സ്റ്റെപ്പുകൾ, റൈറ്റ്. രണ്ടാമത്തത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകൾ. അതായത് ഇവിടെ നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ അതായത് ഫെർട്ടിലൈസേഷന് മുന്നേ എന്തൊക്കെ നടക്കുന്നു, ദെൻ പിന്നീട് ഫെർട്ടിലൈസേഷനിൽ എന്തൊക്കെ നടക്കുന്നു, ഇതാണ് മെയിൻ. ഫെർട്ടിലൈസേഷൻ ഇവിടെ എന്തൊക്കെ നടക്കുന്നു, ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ എന്തൊക്കെ നടക്കുന്നു, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മെയിൽ ഗെമിറ്റും ഫീമെയിൽ ഗെമിറ്റും ഉണ്ടാവണം. മെയിൽ ഗെമിറ്റും ഫീമെയിൽ ഗെമിറ്റും ഉണ്ടാവണം, റൈറ്റ്. ദെൻ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും തമ്മിൽ ഫ്യൂഷൻ നടക്കണം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂഷൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറണം, അവിടെ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മെയിൽ ഗാമറ്റ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാകുന്നത്, എങ്ങനെ ഈ മെയിൽ ഗാമറ്റ് ഏതൊക്കെ വഴികളിലൂടെ ഫീമെയിൽ ഗാമറ്റിന്റെ അടുത്തോട്ട് എത്തും, ദെൻ അത് കഴിഞ്ഞിട്ട് ഇവ ഫ്യൂഷൻ നടക്കുന്നു. ഫ്യൂഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകുന്നു. എംബ്രിയോയുടെ പാർട്ടുകൾ എന്തൊക്കെയാണ് പുതിയ രീതിയിലുള്ള ഈ മെത്തേഡ്സുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതാണ് ഈ ചാപ്റ്ററിൽ, ഇത്രയും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നിങ്ങൾ വളരെ നന്നായിട്ട് അതിൻ്റെ പോയിന്റ് വൈസ് ആയിട്ട് കറക്റ്റ് പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി. ഒരു പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ട് പഠിക്കാം. എങ്ങനെ ഈ മെയിൽ ഗാമറ്റ് ഉണ്ടാകുന്നു, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ മെയിൽ ഗാമറ്റ് ഉണ്ടാകുന്നു, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാണ്, അതിൽ നിന്ന് എങ്ങനെ മെയിൽ ഗാമറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീമെയിൽ ഗാമറ്റിനെ ഇതിനെ കുറിച്ചിട്ട് പറയും. ദെൻ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റിന്റെ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റിന്റെ അല്ലെങ്കിൽ എഗ്ഗിന്റെ അടുത്തോട്ട് എത്തുന്ന പ്രോസസ് പറയും. ദെൻ അത് കഴിഞ്ഞ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് പറയും. ഇത്രയും വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഇന്നത്തെ വീഡിയോയിൽ. നന്നായിട്ട് പഠിക്കുക, നല്ല മനസ്സിലാക്കി പഠിക്കുകയാണ് ഇപ്പോൾ ബോട്ടണിക്കിൽ മാർക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. രണ്ടാമതൊരു മാർഗം എന്ന് വെച്ചാൽ പറയാം, NCERT ആണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. NCERT ബുക്ക് നല്ല രസമുള്ളൊരു ബുക്കാണ്. മനസ്സിരുത്തി ഒരു 2 പ്രാവശ്യം നന്നായിട്ട് വായിക്കുക. നിങ്ങൾ പുതിയ ടേംസ് കാണുന്നത് ഒന്ന് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.